അമ്പലം പൂജ ശാന്തിയല്ലേ അയാൾക്ക് വലുത്. അതിനിടയിൽ ഏത് ലക്ഷ്മി എന്ത് മോള് അമ്മേ. അവളുടെ അച്ഛനെ പറഞ്ഞപ്പോ അവൾക്ക് തോന്നു. പക്ഷെ നമ്മളെ പറയുമ്പോ എന്താ അയാൾക്ക് തോന്നാത്തത്? വേറെയാണെങ്കിൽ അയാളുടെ ഇല്ലത്ത് താമസിക്കും. നായകളിലെ സംബന്ധക്കാരനെ കുട്ടിനെ കൊണ്ടുപോകില്ലല്ലോ ഇല്ലത്തേക്ക്. തിന്നാതെ തരില്ല. ഈ ബന്ധം അവർക്കൊക്കെ ഒരു നേരം പോക്കാം. പക്ഷെ നമ്മുടെ ജീവിതം നമുക്ക് വരുന്നല്ലേ കേട്ടാ. രാവിലെ വയൽക്കരയിൽ പോയപ്പോ പഠിച്ചതാ. ഇവിടേക്ക് തരാം. നീതി വരുമ്പോഴൊക്കെ ഒരു പൂക്കാലം പോലെ നർമ്മണം വിതർന്ന് പ്രണയത്തിന്റെ പൂക്കാലം. അപ്പോഴേക്ക് പിടയ്ക്കും. ആ പൂക്കാലത്തിൽ എല്ലാം പറഞ്ഞ് പാടുന്ന കുയില എന്റെ നീരിപ്പെടും. പിന്നെ ഞാൻ എന്താ വിളിക്കേണ്ടത്? അതുപോലെ എല്ലാരും പിന്നെ അങ്ങനെയല്ലേ വിളിക്കാം. അതുകൊണ്ട് ഞാനൊന്ന് വേറൊരു പേരിലാണ് വിളിക്കാം. എന്താണ് നീലക്കുഴി മോശമായി മാത്രം പാടാൻ കഴിയുന്ന എന്റെ നീലിപ്പെണ്ണേ നീലിപ്പെണ്ണേ നീയൊരു നീലക്കുയിലല്ലേ. നീലിപ്പെണ്ണേ നീലിപ്പെണ്ണേ
ഞാൻ രാവിലെ നടക്കാൻ ഇറങ്ങിയപ്പോഴേ നമ്മുടെ കായകരി പറിച്ചതാണ്. പക്ഷേ ഈ പൂക്കളെ എനിക്കും ഇതെന്താ ഇരിക്കട്ടെ. എന്താ ഇത്? മാഷേ എന്താ ഈ കട്ടിലടിയിലെ ചെറിയ എലികളുണ്ടെന്ന്. അവിടെ നിറച്ച് എലികളുണ്ട്. അങ്ങോട്ട് പറഞ്ഞ പോകണ്ട കേട്ടോ. സാരമില്ല മാഷേ, ഞാൻ ഇനി വരുമ്പോഴേ നല്ലൊരു കെണി കൊണ്ട് തരുന്നത്. എലിക്കടി. അപ്പൊ ശരി മാഷേ, ഞാൻ പോയിട്ട് വരാം. മാഷേ ഈ പൂക്കള് ഇത് ഞാൻ എടുത്തത്. മാഷ് ഇനിയും കിട്ടുമല്ലോ. എന്ത് പൂക്കൾ കായക്കരത്തെ ഇത്രയുള്ള ധൈര്യമല്ലേ? വെറുതെ എന്തിനാ മറ്റുള്ളവരോട് പറയുന്നത്? ഞാനൊന്നും അങ്ങനെ എന്റെ നിലയും നോക്കിയിട്ട് ഞാൻ എപ്പോഴും പെരുമാറുന്നു. അപ്പൊ ഏതും നിങ്ങളുടെ വേണ്ടിയിട്ടല്ലേ ഞാൻ ഒളിച്ചിലേക്ക് നടക്കുന്നു. അറിയിക്കണം. വേണം. ആരും വല്ലാതെ പറയില്ല. വല്ലാത്ത സുഖമാണ്. ആളുകളൊക്കെ എപ്പോഴും പറയും വല്ലാത്ത കടുപ്പാണ് ഈ മനം. ആളുകളൊക്കെ എന്തും പറയട്ടെ. എനിക്കെന്തോ ഒരു കരുമ്പുന്നുണ്ട ഈ മനതെന്ന. ഇത് ഞാൻ ആർക്കും കിട്ടുമോ?
അപ്പോ എന്റെ മോൻ പുറത്തുനിന്ന് മോശം തുടങ്ങി ഇല്ലേ? അച്ഛനെ എന്നോട് പറഞ്ഞു വിട്ടത് ആ തീരമാശ ഉപദേശം കേൾക്കാൻ. കുറെ ഉപദേശം കേട്ടപ്പോ എനിക്ക് മടുത്തു. എന്റെ മടുപ്പ് കണ്ടപ്പോ അങ്ങേക്കും മടുത്തു. കുറെ വായിട്ടലച്ചല്ലേ അതുപോലെ അധ്യാപകൻ ഒരു ഗുരുദക്ഷിണ കൊടുക്കാനാണ് ഞാൻ. തന്നെയല്ല ഇനി ഷാപ്പിൽ നിന്ന് കടം എടുത്തിരുന്നത്. അപ്പൊ ഇതേ മാർഗം ഉണ്ടായിരുന്നുള്ളൂ. ഇതിലൂടെ 2 പ്രശ്നങ്ങൾ പരിഹരിക്കാൻ വേണ്ടി ഞാൻ അച്ഛനറിയില്ല. ഇനി തരാനില്ല, തരില്ല. ഇനി തരാനില്ല.
പേര് തന്നെയാ. പക്ഷേ അത്രയ്ക്ക് നാട്ടുകാരും കുട്ടികളൊക്കെ ഉണ്ടായേ. പിന്നെ അവിടെ ഉണ്ടല്ലോ ഒരില്ലത്തമ്മയും മക്കളും. അപ്പൊ മോളുടെ കാര്യം ഞാൻ തന്നെ നോക്കണം അല്ലേ? ഞാൻ പറഞ്ഞോ, ശാന്തി ഉത്സവം കഴിഞ്ഞു വരുമ്പോഴൊക്കെ 5-10 നോക്കെന്നില്ലേ? കഥകളിക്കും ഓട്ടങ്ങളിലും ഒക്കെ നാം കൊണ്ടുപോകാറില്ലേ? വല്ലപ്പോഴും ഒക്കെ മുണ്ടും വേഷി വാങ്ങി തരാറില്ലേ? ഇതൊക്കെ നിങ്ങളെ കുറിച്ചുള്ള വിചാരം കഴിഞ്ഞിട്ടാണോ? മാസത്തിലൊരു വരവ് പോകുമ്പോ ഇത്തിരി നാണയത്തുണ്ട്. അതുകൊണ്ട് താങ്ങാവുന്നതല്ല നമ്മുടെ ജീവിതം. തിരുമേനി മുതിർന്ന ഒരു പെൺകുട്ടിയാവും. അവൾക്കും ഉണ്ടാവില്ലേ അവളുടേതായ ആവശ്യങ്ങൾ. എന്താവശ്യം? ഇനി അവർക്ക് ആവശ്യം ഒരു വേല. അതിനെ വൈകിട്ടൂടാ. അതിനുണ്ട് പരിചയമുള്ള ഏതെങ്കിലും നമ്പൂതിരിമാര് ബാക്കി ബാധ്യത ഒഴിവല്ല. മോളെ അച്ഛൻ അങ്ങനെ വന്ന് തടിയാ. അച്ഛനെ തുറക്കെ ഞാൻ വിളിച്ചിട്ടില്ല. കുട്ടിക്കാലം തൊട്ടേ ഒരു കളിപ്പാട്ട് പോലും ഞാൻ എൻ്റെ അച്ഛനോട് ആവശ്യപ്പെട്ടിട്ടില്ല. പക്ഷേ ഇപ്പൊ ആദ്യമായി അത് അപേക്ഷിക്കുക. നിങ്ങളെ ഇവിടെ നിന്ന് രക്ഷപ്പെടുത്തണം. തറവാട്ടിലുള്ളവരുടെ നിർബന്ധങ്ങളെ എത്രയെന്ന് നെല്ലിയ മാത്രമല്ല. അവളെന്താ പറഞ്ഞേ? അതെ, സ്വസ്ഥതയില്ലാത്ത ദിവസങ്ങളായി ഈ തറവാടിന്. ഇവിടെ കഥ പറയാൻ കഴിയും. പക്ഷേ എനിക്കും പകുതി കൂടുതലൊന്നും പറയാനില്ല. പക്ഷേ എന്നെ സംബന്ധിച്ചിടത്തോളം സംബന്ധമെന്ന് പറഞ്ഞാൽ സന്തോഷത്തിൻ്റെതാണെന്നേ ഉള്ളൂ. ഒക്കെ ഈ നാട്ടിലെ സമ്പ്രദായങ്ങളാണ്. അവിടെ ലക്ഷ്മി ഒന്ന് ഓർക്കുക, ഈ ഭൂമിയിലെ ആദ്യത്തെ സംബന്ധക്കാരിയല്ല നീയേ. ജീവിതം വെച്ചൊന്നേ ഉള്ളൂ. ഇനി എത്ര കഷ്ടപ്പാടുണ്ടായാലും അതങ്ങൾ അനുഭവിക്കാതെ സന്തോഷത്തോടെ മതി മതി. ആദ്യം സന്തോഷം ഇനി ഞാനായിട്ട് കെടുത്തുന്നില്ല. അതുകൊണ്ട് വരിക അകത്തേക്ക്. അവിടെ കുളിക്കാൻ വെള്ളം ചൂടാക്കുന്നുണ്ട്, കഴിക്കാൻ പ്രാതൽ ഇട്ടിട്ടുണ്ട്. അത് കഴിഞ്ഞാൽ 4 കൂട്ടി മുറുക്കാൻ വെറ്റിലെ അടക്കി എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ പിന്നെ സംബന്ധ വീട്ടിലെ എല്ലാ സൗഭാഗ്യങ്ങളും. പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷം? ഇന്നെന്താ അമ്പലപ്പൊന്നുമില്ലേ? നീ എന്താ വല്ലാതിരിക്കുന്നത്? അതായിരുന്നു. ഞാനന്ന് നാളെ വരെ പോയിരുന്നു അമ്മയുടെ അടുത്തേക്ക്. എന്നോട് എന്താ പറയുന്നത്? നോക്കി പേടിച്ചു പോയി. എന്തിനാ പേടിക്കുന്നത്? ഏതൊരു സമാനമില്ല. 2 ദിവസമായി ഉറങ്ങിയിട്ട്. എന്തിനാ നീ കരയുന്നത്? കഷ്ടത്തിലായി എല്ലാരും പറയും. എന്തറിയുന്ന നീ പറയുന്നത്? ചീത്തയായി പോയെന്ന്.
രക്ഷ തരണം. അത്രയല്ലേ വേണ്ടു. അതിന് ഞാൻ ആലോചിച്ചിട്ട് ഒരു വഴിയെ കാണുന്നു. നീതി മറ്റൊരാളെ കല്യാണം കഴിക്കുക. വന്നു നിൽക്ക് വന്നു. ഇനി കൂടുതൽ കുഴപ്പങ്ങൾ ഉണ്ടാക്കാതിരിക്കുന്നതാണ് എല്ലാവർക്കും നല്ലത്. ഇനി എന്നെ മറ്റൊരുത്തിനോട് പൊറുക്കാൻ കഴിയൂല. എന്റെ കരളായ എനിക്ക് തന്നത് അത് ചവിട്ടി വിവരിക്കലാണ് ഈ പറയുന്നത്. ഞാൻ നിന്നെ കൊല്ലണം. എനിക്ക് സമൂഹത്തിന് ഒരു നിലയും വിലയും ഒക്കെ ഉണ്ട്. എനിക്ക് സമുദായത്തെ ബഹുമാനിക്കണ്ടേ? ആളുകളിടയിൽ എനിക്ക് ജീവിക്കണ്ടേ? കുടിയിൽ പുറത്താക്കിയ ഉണ്ടാവാതിരിക്കാനല്ലേ ഞാൻ ഈ പറയുന്നതൊക്കെ. ഇല്ല, ഒരാളിനെ ചതിക്കാൻ ഏതാവൂല. പേര് മാത്രമേ പഠിപ്പിച്ചിട്ടുള്ളൂ. അതൊന്നും എനിക്കറിയില്ല. എനിക്കിത് കൂടുതലൊന്നും പറയാനില്ല. അപ്പോ എനിക്ക് നിന്നെ സ്വീകരിക്കാൻ ബുദ്ധിമുട്ടാണ്. കാല് പിടിച്ച് പറയാ, ഉപേക്ഷിക്കല്ലേ, എന്നെ ഉപേക്ഷിക്കല്ലേ. നീലക്കുയിലേന്ന് വിളിച്ച പലത് കരിക്കല്ലാതെ ഇപ്പായാലും ബോധ്യമായത്. ഇങ്ങനെ സുഖമാനൊക്കെ വേണം, ഒരു പെണ്ണിന് തന്നെ വേണ്ടല്ലേ. എനിക്ക് സ്കൂളിൽ പോകാൻ സമയമായി. വലിയ കുട്ടികളുടെ കാത്തു ഇല്ല, കടയിലില്ല. എന്നാലും ഒന്ന് ചോദിച്ചോട്ടെ, ഈ മന തന്നെയാണ് പക്ഷെ കുട്ടിയൊക്കെ പറഞ്ഞു കൊടുക്കുന്നത്. അതെ, ആരെങ്കിലും ഒക്കെ ഇവിടെ വരുന്നതിന് മുമ്പ് നീ വേഗം പോകാൻ നോക്കും. പിന്നെ അവസാനമായി ഞാൻ ഒന്നും കൂടി പറയാം. ഞാൻ പറയുന്നതനുസരിച്ചാൽ നീല രക്ഷ, അല്ലെങ്കിൽ എനിക്കൊന്നും പറയാനില്ല. കഴിഞ്ഞതൊക്കെ മറക്കാൻ ശ്രമിക്കും. ഞാനും എല്ലാം മറക്കാം. പറയുന്നത് കേട്ടില്ലേ, ഞാനവിടെ സ്വീകരിക്കണമെന്ന്. എന്റെയും കൂടി അത്ര ഉള്ളതെന്ന്. ഓ, അതിലും ഭേദം ആത്മഹത്യ തന്നെ. ഞാനവിടെ നിൽക്കുന്നു, ഈ പെണ്ണവിടെ കിടക്കുന്നു. അല്ലേ, എനിക്കെന്റെ നിലയും വിലയും നോക്കണ്ടേ? എന്റെ മുഖം ചീത്തയാക്കാൻ ഞാൻ ആരെ അനുവദിക്കില്ല. ഞാൻ വളരെ മാന്യനായ ഒരു മാഷൻ. അല്ലേ, സങ്കരണം. ഇപ്പോഴത്തെ പെൺകുട്ടികളുടെ ഒരു കാര്യം എന്താ? നടക്കുമ്പോ കണ്ണും മൂക്കുണ്ടാവില്ലേ കുട്ടി? ഇങ്ങോട്ട് വരുന്ന വഴിക്ക് ഇപ്പോഴേ നമ്മളെ ചാത്തപ്പന്റെ മോളെ അവളെന്താ പറഞ്ഞത്? വരുമ്പോ നോക്കി നടക്കണ്ട. ഏതോ ലോകത്താ പോയിട്ട് വന്നു ഒരൊറ്റടിയ. ഓന്റെ മാഷേ, എന്റെ ഈ കത്തുകളൊന്നും ചെളിയിൽ പോകാത്തൊരു ഭാഗ്യം. ഞാൻ ഇത്തിരി വഴക്കും പറഞ്ഞു. അവരുടെ പ്രായം അതല്ലേ ചന്ദ്രാണ്. ആ ശരിയാ മാഷേ, ഇതാ ഞാൻ പറഞ്ഞ എലിപ്പെട്ട്. ഇനി എലിശല്യം ഉണ്ടാവില്ല. മാഷ് ഉറക്കിട്ടിടില്ല. ഇനി എനിക്ക് ഇതിന്റെ ആവശ്യമൊന്നുമില്ല. എന്നാലും ഇരിക്കട്ടെ, ആവശ്യം വരുമ്പോ എടുക്കാൻ. മാഷേ, എന്തായി ഞാൻ പറഞ്ഞ കാര്യങ്ങൾ? അല്ല, ഒരാഴ്ച കഴിഞ്ഞിട്ട് വിവരം തരാന്ന് പറഞ്ഞതാ. ഇപ്പതേ ദിവസം 10 കഴിഞ്ഞു. അല്ല, അമ്മയോട് സംസാരിച്ചു. അമ്മയോട് ഞാൻ സംസാരിച്ചു. അമ്മയ്ക്ക് നിർബന്ധമില്ല. പിന്നെ എന്താ മാഷേ, തറവാടിന് ഇത്തിരി ക്ഷീണമുണ്ട്. എന്നാലും നല്ല അടക്കം ഒതുക്കും.